അഡ്വക്കേറ്റ് ബി എൻ ഹസ്കാർ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാണ്. SFIO എന്നത് ഒരു ചെറിയ മീനല്ല. അതിന് നല്ല അധികാരങ്ങളുണ്ട്. ആ അധികാരം വെച്ചുകൊണ്ട് കൊടുക്കുന്ന നോട്ടീസിനും അതിൻ്റെ ബലമുണ്ടാകും. വീണ കാര്യങ്ങൾ പറയേണ്ടി വരും. ഈ വീണടം വിദ്യയാക്കുന്ന പരിപാടി ഇനി നടക്കില്ല. അപ്പോഴാണ് ഒരു പുതിയ കഥയുമായി മുഖ്യമന്ത്രി തന്നെ വരുന്നത്. സംരംഭക എങ്ങനെയാണ് അമ്മയിൽ നിന്ന് പെൻഷൻ പണം വാങ്ങിക്കൊണ്ട് വിനീതമായൊരു സംരംഭയാകാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്നതിൻ്റെ കരളലിയിക്കുന്നൊരു കഥ അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി. ആ പരിപാടി നടക്കില്ല. ശ്രീ ബി എൻ ഹസ്കർ, അതിലേക്കുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ ശ്രീ ജോസഫ് സി മാത്യുവും ചൂണ്ടിക്കാട്ടിയത്. ഈ വീണയെ എംപവർ ചെയ്തത് കമല മാത്രമല്ല. അതാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ശ്രീ ജോസഫ് സി മാത്യു. ഒരു 77 ലക്ഷത്തിൻ്റെ കണക്കൂടെ വരുമല്ലോ. ആ എംപവർ ഇന്ത്യ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. എക്സാലോജിക്കിനെ പോലെ തന്നെ പെട്ടെന്ന് ഒരു ഘട്ടത്തിൽ അത് അപ്രത്യക്ഷമായി. ഇപ്പോൾ ഈ ലോകത്തില്ല. 77 ലക്ഷം വീണയ്ക്ക് കൊടുക്കുക എന്ന അവതാരോദ്ദേശം പൂർത്തിയാക്കി കർത്തയുടെയും കർത്തയുടെ ഭാര്യയുടെയും ആ കമ്പനി പിന്നെ ഭസ്മമായി, ഇല്ലാതായി. ഇതെല്ലാം പറയേണ്ടി വരും SFIയോട് ശ്രീ ഹസ്കർ. വേണു, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് നടാടെയല്ല ഒരു കേസിൽ അന്വേഷണം നടത്താറുള്ളത്. കോർപ്പറേറ്റ് മേഖലയിൽ ഇത് എല്ലായ്പ്പോഴും പല ഘട്ടങ്ങളിലും നടന്നിട്ടുള്ളതാണ്. 2013 കമ്പനി നിയമത്തിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റിന് ശേഷമാണ് 212 സെക്ഷൻ 212 പ്രകാരം SFIOയെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് എന്ന നിലയിൽ കോർപ്പറേറ്റുകൾക്കിടയിൽ നടത്തുന്ന അന്വേഷണത്തിന് 6 ഘട്ടങ്ങളുമായി ചേർത്തുകൊണ്ട് അത്തരമൊരു അധികാര പരിധി നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായി SFIO അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതു സംബന്ധിച്ചിട്ടുള്ള ഏതൊരു അന്വേഷണവും മരവിപ്പിക്കണം എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. കമ്പനികാര്യ മന്ത്രാലയം നടത്തുന്ന ഈ അന്വേഷണം എല്ലാ അർത്ഥത്തിലും സ്വാഗതാർഹം ആണ് എന്ന് വേണം നാം ഇപ്പോൾ കരുതാൻ. കാരണം കോടതിയിൽ പോലും നിലനിൽക്കുന്ന അന്യായം, ഒരു കോടതിയിൽ പോലും തീർപ്പ് കൽപ്പിക്കുന്നതിനു വേണ്ടി കേസ് നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു എടുത്തുചാട്ടം കേന്ദ്ര ഗവൺമെന്റ്. അങ്ങനെ പറഞ്ഞുകൂടാ. അങ്ങനെ അഭിഭാഷകനാണ്. അല്ലല്ല, കോടതി ഈ വിഷയം ആദ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞത് SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ രൂപീകരണം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നാണ്. അല്ല എന്നങ്ങ് നിഷേധിക്കുമോ? ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ നിരീക്ഷണമാണ്. കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുകയുണ്ടായി. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം സ്വമേധയാണ് ഈ ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല സെറ്റിൽമെന്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ ROC അന്വേഷണത്തിലേക്ക് പോയത്. അതല്ലാതെ കോടതി നിർദ്ദേശിക്കുകയോ കോടതി വരികയോ ചെയ്ത ഒന്നല്ല. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ 12-ാം തീയതി ഈ കേസ് വെച്ചിരിക്കുന്നതും കേന്ദ്ര സർക്കാർ, കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം SFIO വേണോ വേണ്ടോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയട്ടെ എന്ന് തീരുമാനിക്കാനാണ്. അതിനു മുന്നേ അവർ തീരുമാനിച്ചു. അതിനെന്താണ് ഒരു അത്യുത്സാഹം? അങ്ങനല്ല. ഇപ്പോൾ സെക്ഷൻ 210 അനുസരിച്ചൊരു എൻക്വയറി നടക്കുന്നു. അതിനു മുമ്പ് 208 കമ്പനീസ് ആക്ടിൻ്റെ 208 പ്രകാരം ഒരു അന്വേഷണം നടന്നിരുന്നു. 2 രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഗുരുതരമായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ കമ്പനിയുടെ വീഴ്ചകൾ ആ കമ്പനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എക്സാലോജിക്കിനും CMRലും സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തലുകൾ 2 രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഉടൻ തന്നെ SFIOയെ അന്വേഷണം ഏൽപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് തടസ്സമൊന്നുമില്ല. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരള ഹൈക്കോടതിയിൽ അതു സംബന്ധിച്ച് ഹർജികൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആ ഹർജിക്ക് സബ് ജുഡീസ് ആയിട്ടുള്ളൊരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് അതിരു കടന്ന അവിവേകമായി, അതിനേക്കാൾ അപമാനകരമായ ഒരു കാര്യമല്ലേ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ? ROCയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു 3-അംഗ സംവിധാനം അന്വേഷിക്കും എന്ന് പറയുമ്പോൾ, കേന്ദ്ര സർക്കാർ പറയുമ്പോൾ, അത് ഞങ്ങൾക്കൊക്കെയാണ് എന്ന് KSIDCയും കർത്തയും കൂടെ തോളോട് തോൾ ചേർന്ന് അവിടെ നിന്ന് പറയുന്നത്. ആ ഡയറക്ടർ ബോർഡിലെ അംഗത്വം വെച്ചുകൊണ്ടുള്ള ഈ പറയുന്ന 13.4% ഓഹരിയുടെ ബലത്തിലല്ല അത് പറയുന്നത്. അങ്ങനെയല്ല അത് പറയുന്നത്. KSIDC സ്വതന്ത്രമായി നിന്നുകൊണ്ട് അതിലെ പൊതു താല്പര്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനം കർത്തയുടെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങൾക്ക് 2 ഇത് മതി. പിന്നെ വീണയ്ക്ക് വേണ്ടിയിട്ടും കൂടെയുള്ള വാദമാണല്ലോ അത്. അതാണ് അവിടെ കണ്ടത്. അതിലെ സ്ഥിരോത്സാഹമോ, ഈ ബന്ധം ഇങ്ങനെ ദൃഢപ്പെടുത്തി നിർത്തുന്നതിലെ നിങ്ങളുടെ സ്ഥിരോത്സാഹമോ, നിങ്ങൾ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അത്യുത്സാഹം മാത്രമല്ലല്ലോ പരിഗണിക്കേണ്ടത്. അങ്ങനെയല്ല. KSIDC ഒരു പൊതുമേഖലാ സ്ഥാപനം തന്നെയാണ്, ഒരു സംശയമില്ല. പൊതുമേഖലയുടെ താല്പര്യം സംരക്ഷിക്കുമ്പോഴാണ് ആ പേരിന് അവർ അർഹരായിരിക്കുന്നത്. അല്ലാതെ അവിടെ നടക്കുന്ന എന്ത് തോന്നിയാവസവും അങ്ങനെ തന്നെ കണ്ണടച്ച് അറിയില്ല എന്ന മട്ട് കാണിക്കലല്ല പൊതു താല്പര്യം. ഡയറക്ടർ ബോർഡിൽ അംഗത്വം കൊടുത്തിരിക്കുന്നത് എന്തിനാണ് KSIDCക്ക്? അവിടെ പോയി സിനിമ കാണാനോ? അല്ലല്ലോ.
ഇങ്ങനൊരു കമ്പനിയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നുവെങ്കിൽ അല്ലല്ല ഈ പറയുന്ന ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരം വേണം. അങ്ങ് പല വകുപ്പുകൾ ഇവിടെ പറയുകയുണ്ടായി. ഇതേ കമ്പനി നിയമത്തിലെ ഒരു വകുപ്പ് 188 സെക്ഷൻ ലംഘനം. എന്താ അത്? ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ അംഗീകാരം നിർബന്ധമായും വേണം. എക്സാലോജിക്കും CMRലുമായിട്ടുള്ള കരാറിൽ ഈ 188 സെക്ഷൻ അത് നിർബന്ധമായും പാലിക്കപ്പെട്ടിട്ടുണ്ടോ? പിന്നെ KSIDCയുടെ മഹത്വം പറയരുത്. അങ്ങനല്ല, KSIDC ഒരു ഷെയർ ഹോൾഡർ എന്ന നിലയിൽ, KSIDC മാത്രമല്ല CMRൽ പലർക്കും ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ആ ഷെയർ ഹോൾഡേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് എന്ന നിലയിലാണ് CMRലിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് സെക്ഷൻ 188 പ്രകാരമുള്ള വ്യവസ്ഥ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ KSIDCയുടെ അംഗമുള്ള CMRലിലെ ഡയറക്ടർ ബോർഡ്? ചോദ്യം നേരിട്ടുള്ളതാണ്. അല്ല, അത് ഞാൻ പറയാം. 188 സെക്ഷൻ 188 പ്രകാരമുള്ള ഏതെങ്കിലും ലംഘനമുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ബാധ്യത ആ കമ്പനിയുടെ ജനറൽ ബോഡിക്കാണ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിലാണ് സംഭവിക്കുന്നതല്ലോ. എംപവർ ഇന്ത്യ ബഹിരാകാശത്തേക്ക് അപ്രത്യക്ഷമാകുന്നത് സെക്ഷൻ 188 ആരും പാലിക്കാതിരിക്കുക, അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും ഉയരാതിരിക്കുക, ഇതൊന്നും യാദൃച്ഛികമല്ല. ഇതാണൊരു കൂട്ടുകക്ഷി സംവിധാനം. CMRലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ടുകക്ഷി സംവിധാനം. വേണു, എംപവർ ഇന്ത്യ പല സ്ഥാപനങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഫിനാൻസ് ചെയ്തിട്ടുണ്ട്. അത് ഫിനാൻസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ എംപവർ ഇന്ത്യയുടെ ഡയറക്ടർമാരുടെ ഉത്തരവാദിത്തമാണ് അതിൽ പണം തിരികെ ലഭിച്ചിട്ടില്ലെങ്കിൽ തിരികെ വാങ്ങുക എന്നുള്ളത് ആ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എംപവർ ഇന്ത്യ ഇപ്പോൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോയിട്ടൊന്നുമില്ല. എംപവർ ഇന്റർനാഷണൽ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല. മറ്റൊരു പേരിൽ മറ്റൊരു സ്ഥാപനമായി കുറെ കൂടെ വിപുലീകരിച്ച് 2022 പേര് മാറ്റി RBIക്ക് അപേക്ഷ നൽകി പ്രവർത്തനം നിർത്തി. അല്ലെന്ന് ഇതൊക്കെ തട്ടിപ്പല്ലേ? ഒരു പേരിൽ ഒരു കാര്യം ചെയ്യുക. ആ അവതാരോദ്ദേശം എന്തായിരുന്നു? 77.58 ലക്ഷം വീണയ്ക്ക് കൊടുക്കുക. അവതാര ലക്ഷ്യം പൂർത്തിയായി. പേരുമാറ്റി ഈ പറഞ്ഞ എംപവർ ഇന്ത്യ അല്ല RBIക്ക് അപേക്ഷ നൽകി അതിപ്പോ നിലവിലില്ല എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ വരട്ടെ. കർത്തയും KSIDCയും വീണയും എല്ലാം കൂടെ ചേർന്ന് ഈ പറയുന്ന 3 ROC ഉദ്യോഗസ്ഥരുടെ അന്വേഷണം മാത്രം മതി എന്ന് പറയുന്ന സംവിധാനമാണിത്. അവിടെ ഒരു തെറ്റും നിങ്ങൾ കാണുന്നില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്കെതിരെ നടക്കുന്ന അന്വേഷണം ശരിയായ ആളുകളെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുന്നു എന്നൊരു പരാതിയുമില്ലാതെ ഇവർ സമ്മതിക്കുകയാണ്. ഏത് സംവിധാനം? ഇവർ നിസ്സഹകരിച്ച സംവിധാനം. അതിനപ്പുറത്തേക്ക് ഒരു സംവിധാനം വരിക എന്നതല്ലേ നീതിയുടെ ഒരു ശരി. ആ ശരിയിലേക്ക് കടക്കുന്നതിന് എന്തിനാണ് നിങ്ങൾ അത്യുത്സാഹം എന്ന് പറയുന്നത്? പിന്നെ മാത്രമല്ല, ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞതുപോലെ ഇനി അതിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ കൂടെ പരിഗണിച്ചാലും നിങ്ങൾക്ക് അപ്പോഴും ആനുകൂല്യമുണ്ട്. 4 മാസം എന്ന് വെച്ചാൽ ഏപ്രിൽ വരെയാണ്. ഏപ്രിലിൽ ഇലക്ഷനാണ്. ഇതിപ്പോൾ 8 മാസമാണ്. അടുത്ത സർക്കാരൊക്കെ വന്ന് സുഖകരമായ ഒരു കാലാവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ അന്വേഷണം ഏതെങ്കിലും ഒരു തലത്തിലെത്തുക. അങ്ങനെയല്ല. ഇതിപ്പോൾ SFIയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അന്വേഷണം നടത്തുന്നതിന് ഇന്ത്യയിലുള്ള വിവിധ അന്വേഷണ ഏജൻസികളെ ഏകോപിപ്പിക്കുന്നതിനുള്ള കരുത്തും അതിനുള്ള നിയമപരമായ അധികാരപരിധിയുമുള്ളൊരു സ്ഥാനമാണ്. ഇപ്പോൾ സ്വാഭാവികമായി ഫോറൻസിക് അടക്കം വിവിധ ഘട്ടങ്ങളിലൂടെ അന്വേഷണം നടത്തുന്നുള്ള ബാധ്യതയും അതിൻ്റെ ഉത്തരവാദിത്വവും SFIക്കുണ്ട്. അതുകൊണ്ടാണ് വളരെ കുറെ കൂടെ കാര്യക്ഷമമായ അന്വേഷണമാണ് നടത്തേണ്ടത്. അതുകൊണ്ടാണ് ഈ കാലാവധി ഒരുപക്ഷെ 8 മാസം എന്ന് നീട്ടിക്കൊടുക്കുന്നത്. 210 എൻക്വയറി എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ആ പരിമിതമായിട്ടുള്ള എൻക്വയറി അതുകൊണ്ടാണ് 4 മാസം നൽകിയിട്ടുള്ളത്. ശരി, അപ്പോൾ പരിമിതമായ അന്വേഷണം മതിയെന്ന താല്പര്യത്തിലായിരുന്നു KSIDC. ഞങ്ങൾ അന്വേഷണം SFIയുമായി നടത്താം. അല്ലെന്നേ, ഈ ഫോറൻസിക് പരിശോധനയൊക്കെ വെച്ചുകൊണ്ട് സമഗ്രമായി കാലതാമസം എടുത്തുകൊണ്ടുള്ള ഗൗരവതരമായ അന്വേഷണത്തെക്കാൾ പരിമിതമായ അന്വേഷണം മതിയെന്നായിരുന്നു KSIDCയുടെ താല്പര്യം. അങ്ങനല്ല, ഏത് ഏജൻസി അന്വേഷിച്ചാലും സത്യം ഒന്നല്ലേ ഉള്ളൂ. ഏത് ഏജൻസിയും വന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുകയും ചെയ്യും. ഏറ്റവും പരിമിതമായ ഏതെങ്കിലും ഒരു അന്വേഷണ സംവിധാനം ഉണ്ടെങ്കിൽ അത് മതിയെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യും. ഇതല്ലേ KSIDC ചെയ്തത്? ഇല്ല, ഇപ്പൊ 210 ഒരിക്കലല്ല. 210ഉം 212 എൻക്വയറിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. 212 എൻക്വയറി, അതായത് SFI എൻക്വയറി നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റിതര അന്വേഷണ ഏജൻസികൾക്ക് ഇക്കാര്യത്തിൽ അന്വേഷിക്കാൻ കഴിയില്ല. ഇന്ത്യയിലുള്ള മുഴുവൻ അന്വേഷണ ഏജൻസികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യവും അധികാരപരിധിയും SFIക്കുണ്ട് എന്നുള്ള മഹത്വമല്ലല്ലോ ഇവിടെ സംസാരിച്ചുകൊണ്ട്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ